സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഇഫ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് കാണിക്കുന്നത്. ഇത് ദുബായിലെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇപ്പോൾ സൗദിയിലെ പല റെസ്റ്റോറൻറ്റുകളിലും ഈ ഒരു ഐറ്റം ട്രെൻഡിങ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതൊരു ഫ്യൂഷൻ റെസിപ്പിയാണ്. ഗ്രിൽ ചെയ്ത ചിക്കനും ഈ ഒരു സോസും കൂടെ വരുമ്പോൾ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3/4 കിലോ ചിക്കൻ ആട്ടോ എടുത്തിട്ടുള്ളത്. ഒരു ചിക്കൻ്റെ തൈ പീസും ലെഗ് പീസും കൂടെ ഉള്ള ഭാഗമാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ നന്നായിട്ടൊന്ന് വരെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു മസാല റെഡിയാക്കി എടുക്കാം. ബൗളിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയോടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ അധികം പുളി ഇല്ലാത്ത കട്ടത്തൈര് ഒരു 2 ടേബിൾ സ്പൂണ്, പിന്നെ ഒരു ടേബിൾ സ്പൂണ് ചെറുനാരങ്ങ നീര്, പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചിക്കനിൽ മസാല തേച്ച് കൊടുക്കുക. ഈ ഒരു ചിക്കന് നമ്മൾ ചെറിയ പീസ് എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഒന്ന് മസാല കൂട്ടി വെച്ചാൽ മതി. ഞാനിപ്പോൾ വലിയ പീസ് ആയതുകൊണ്ട് ഒരു 5-6 മണിക്കൂർ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ. നമ്മളിതുപോലെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ചിക്കനൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും തലേന്ന് നമ്മൾ മസാല കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിക്കനിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ട് ചിക്കന് നല്ല ടേസ്റ്റ് ആക്കാൻ കേട്ടോ. അപ്പോൾ അത് ആ ചിക്കന് മൊത്തത്തിൽ മസാല കൂട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ചിക്കൻ ഒരു 6 മണിക്കൂറായിട്ട് ഞാൻ മസാല പിടിക്കാൻ മാറ്റി വെച്ചിട്ടുള്ളത്. ഇനി നമുക്കതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ 2 പീസ് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. ബട്ടർ ചേർത്ത് കൊടുക്കണം കേട്ടോ, എന്നാലേ അതൊരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ബട്ടറും കൂടി വരുമ്പോഴാട്ടോ ഈ ഒരു ഗ്രിൽ ചിക്കന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ബട്ടർ ഒന്ന് മെൽറ്റായി കഴിഞ്ഞാൽ തീയൊന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കിതിലേക്ക് മസാല കൂട്ടി വെച്ചിട്ടുള്ള ചിക്കൻ വെച്ച് കൊടുക്കാം. ചിക്കൻ മൊത്തത്തിൽ നന്നായിട്ടൊന്ന് വെച്ച് കൊടുത്ത ശേഷം ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കുക കേട്ടോ. ഒരു 2 മിനിറ്റ് നമ്മളൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്കിതൊരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ചിക്കൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടും. ഒരു 15 മിനിറ്റാണ് കേട്ടോ ഞാൻ ചിക്കനൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ചിക്കനെ നമുക്ക് തുറന്നിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കനിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ട് ചിക്കൻ്റെ ഒരു ഭാഗം നന്നായി കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മറിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു ഭാഗം കൂടെ നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ റെഡി ആവുന്ന ടൈം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള സോസും കൂടെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മയണൈസ് ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ മയണൈസ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അതിന് പകരമായിട്ട് 2 കോഴിമുട്ടൻ്റെ വെള്ള പുഴുങ്ങിയത് 2 എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഫ്രഷ് ക്രീം ആട്ടോ വേണ്ടത്. ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. അപ്പോൾ നാട്ടിൽ കിട്ടുന്ന അമൂലിൻ്റെ ഫ്രഷ് ക്രീം എടുത്താലും മതി കേട്ടോ. ഇതിലേക്ക് ഒരു 2 സ്ലൈസ് ചീസിൻ്റെ സ്ലൈസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഞാനിതിൽ എക്സ്ട്രാ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം മയണൈസിലും ഒക്കെ ഉപ്പ് വരുന്നതുകൊണ്ട് എക്സ്ട്രാ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സോസ് റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഇതാ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്നും കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സോസ് ഉണ്ടല്ലോ, സോസ് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ചിക്കന് കരിഞ്ഞൊന്നും പോവില്ല കേട്ടോ. ഈ ഒരു മസാലയോട് കൂടിയിട്ടുള്ള ഒരു ഗ്രില്ല് ചെയ്തിട്ടുള്ള ഈ ഒരു ചിക്കൻ തന്നെ കേട്ടോ നമുക്ക് വേണ്ടത്. ഈ ഒരു മസാലയും ഈ ഒരു സോസും കൂടെ കൂട്ടി കഴിക്കുമ്പോഴാട്ടോ നല്ല ടേസ്റ്റ് ഉള്ളത്. നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് 1 മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. 1 മിനിറ്റ് മാത്രം അടച്ച് വെച്ചിട്ട് വേവിച്ചാൽ മതി. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. നല്ല ടേസ്റ്റ് ആട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചൂടോട് കൂടി തന്നെ കഴിക്കാം കേട്ടോ. ചൂടോട് കൂടി കഴിക്കുമ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ആ ഒരു ഗ്രില്ല് ചെയ്ത മസാലേൻ്റെ ടേസ്റ്റും ഈ ഒരു സോസും കൂടെ വരുമ്പോൾ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു ഇഫ ചിക്കൻ നിങ്ങൾ ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.